നമുക്ക് ട്രൈ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എനർജി എന്തൂസിയാസം കൊള്ളാം. പക്ഷെ സംഭവം ആ ഒരു എനർജി സംഭവം ഒന്നും വരുന്നില്ല. സ്പീഡിൽ പാടുക, ഉറക്കം പാടുക, ആ ഒരു എനർജി എന്തൂസിയായിട്ടും പാടും. ഇപ്പൊ സാ പാടി കാണിച്ചിട്ട് എങ്ങനെയാണ് പാടുന്നത്? സാ പാടി നാണം പറ്റുന്നത് കേട്ടാ കേട്ടാ. ഓക്കെ, സാരിടാതെ വന്നിട്ട് ഒന്നുകൂടെ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോ രീ കാണിച്ചേ. ആ ഓക്കെ, വന്നില്ല, രീടത് വന്നില്ല. ഒന്നുകൂടെ വന്നില്ല, രീട് എത്ര ഇത് വന്നില്ല. ആ ഓക്കെ, ഒന്നുകൂടെ മനസ്സിലല്ലോ. അപ്പൊ ഈ സ്പീഡ്, കൈയുടെ സ്പീഡ് അനുസരിച്ച് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. കൈ മുഴുവൻ വന്നില്ല. കാര്യം മനസ്സിലായി? കൈ ഇങ്ങനെയാണെങ്കിൽ ഔട്ടാവും. കൈ മുഴുവൻ വന്നാൽ മാത്രമേ ഓപ്പൺ അപ്പ് ഇത്രയും വന്നാൽ മാത്രമേ പാടാം. കാര്യം മനസ്സിലായല്ലോ? അപ്പൊ ഇനി ട്രയൽ ഇല്ല, ഡയറക്റ്റ് ആയിട്ട് പോവാണ്. ഓക്കെ, മത്സരത്തിൽ പോകണം. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവർക്കൊരു ചാൻസ് കൂടെ കൊടുക്കണോ വേണ്ട? കൊടുക്കണം. ഓക്കെ, ഇനി ചാൻസ് ഒന്നുമില്ല. ഓക്കെ ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ആവശ്യമില്ലാതെ ആർക്കെങ്കിലും ചാൻസ് കൊടുക്കരുത്. ആണോ? ഇപ്പൊ നിങ്ങൾ പോയി അവിടെ നിൽക്കുന്നു. മനസ്സിലായി? ഞാൻ എപ്പോഴും പറയുന്നത് ചില കാര്യങ്ങൾ ചില മനുഷ്യർ അവരുടെ തെറ്റുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവർ പുറത്തേക്ക് പോകുന്നത്. നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? നമ്മുടെ ചാരിറ്റിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കാര്യങ്ങൾ കൂടി, നമ്മുടെ സേഫ് സോണും കൂടി നോക്കി നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? ഇറങ്ങി നിൽക്കരുത്. കാര്യം വെച്ചാൽ നമ്മൾ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ചില കാര്യങ്ങൾ നമ്മളും കൂടി വേണം. ഈ സെൽഫ് കെയർ എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല. സെൽഫ് കെയർ എന്ന് പറയുന്നത് കുറച്ച് ലൈഫിൽ ഇപ്പൊ ആവശ്യമുള്ള സംഭവമാണ്. കാരണം നമ്മുടെ കൂടെയുള്ള മനുഷ്യനെ നമുക്ക് സംരക്ഷിക്കണം, കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സോ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ മറ്റാരെയും എന്ത് ചെയ്യരുത്? ഹെൽപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ സേഫ് സോൺ ഈ ഒരു സാധനം കൂടെ ഒന്ന് നോക്കിയെടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇറങ്ങുമ്പോൾ പറ്റുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഓപ്ഷൻ ഒന്നുമില്ല, നിങ്ങൾ ഔട്ട് തന്നെയാണ്. അപ്പൊ ഇത് 4 ടീമുകൾ മാത്രമേ നമുക്ക് ബാക്കി ഒന്നുകൂടെ നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. 3 ടീമുകൾ മാത്രമേ ഉള്ളൂ. ഓക്കേ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഈ ബോർഡിന്റെ 2 ടീമുകൾ മാത്രമേ ഉള്ളൂ. പായും മാത്രമേ ബാക്കിയുള്ളൂ. നോക്കാം. റെഡി 1 2 3 സ്റ്റാർട്ട്. കഴിക്കുന്നുണ്ട്. 10 ചാൻസ് സർവേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാക്കിയുള്ള ടീമെല്ലാം മരണമാരും വേണ്ടി നിങ്ങൾ 10 ചാൻസ് അവർക്ക് കൊടുക്കാൻ പോകുന്നു. അത് സർവേ ചെയ്താൽ ഇവർ തന്നെ ആയിരിക്കും ജയിക്കും. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. ഇപ്പൊ ബാക്കി എല്ലാവരും സന്തോഷം. എല്ലാവരും ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷമാണ്. ഇങ്ങനെ നമ്മുടെ ആദ്യം നമ്മൾ ഒരാൾ മാത്രമേ ഔട്ടായിപ്പോളൂ. അയ്യോ നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും ഇനി കുഴപ്പമൊന്നുമില്ല. നമ്മളെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും ഇപ്പൊ അവസാനം വന്ന സമയത്ത്, ലാസ്റ്റ് കുറച്ചുകൂടെ നമ്മൾ വന്ന സമയത്ത്, ആദ്യം കുറച്ച് നിങ്ങൾ എന്താ പറയാ ഒന്ന് ശ്രദ്ധിക്കാതെ എന്തൊക്കെ കളിച്ചിട്ടുണ്ടാവും. അവസാനം വന്ന സമയത്ത് എല്ലാവരും ഭയങ്കര വിജിലന്റ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. ഞാൻ ഒന്ന് ട്രിക്കി ആയിട്ടൊക്കെ കൈ കാണിച്ചപ്പോഴാണ് പോയിട്ടുണ്ടാവും. പക്ഷെ എന്തോ എല്ലാവരും കയ്യിൽ പോയിട്ടുണ്ടാവില്ല. ഈ ടീമിൽ അവിടെ